നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്താണ്? അത് വോട്ടർമാരാണ്. എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ നിന്നായി 1.5 കോടിയിലധികം വോട്ടർമാർ അപ്രത്യക്ഷമായിരിക്കുന്നു. 1.25 കോടി എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രത്യേക പരിശോധനയ്ക്ക് ശേഷം പുറത്തുവിട്ട അന്തിമ വോട്ടർ പട്ടികയിലാണ് ഈ വമ്പൻ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളവും ഈ പട്ടികയിലുണ്ട്. വോട്ടർ പട്ടികയിൽ ഇത്രയധികം പേർ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് പട്ടികയിൽ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ശുദ്ധീകരണത്തിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷമാണ് ഈ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 9 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കണക്കുകൾ കൂട്ടിവെച്ചാൽ ഏകദേശം 1.7 കോടി, 1,70,00,000 പേർ, അത്രയും വോട്ടർമാരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഗുജറാത്തിലാണ്. SIR തുടങ്ങുന്നതിന് മുമ്പ് 5.08 കോടി വോട്ടർമാരുണ്ടായിരുന്ന ഗുജറാത്തിൽ ഇപ്പോൾ അത് 4.40 കോടിയായി ചുരുങ്ങി. അതായത് 68 ലക്ഷത്തിലധികം പേർ പട്ടികയ്ക്ക് പുറത്തായി. ശതമാനക്കണക്കിൽ പറഞ്ഞാൽ 13% കുറവ്. നമ്മുടെ കേരളത്തിന്റെ കാര്യം നോക്കിയാൽ ഏകദേശം 9 ലക്ഷത്തോളം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ 2.69 കോടി വോട്ടർമാരാണ് ഉള്ളത്. മധ്യപ്രദേശിൽ 34 ലക്ഷം പേരാണ് ഒഴിവാക്കിയത്. മരണപ്പെട്ടവർ, സ്ഥിരമായി താമസം മാറിയവർ, ഒരേ സമയം രണ്ടിടത്ത് വോട്ടുള്ളവർ എന്നിവരെ കണ്ടെത്തി ഒഴിവാക്കുകയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ഒരു വലിയ ഡിജിറ്റൽ ഡിറ്റക്റ്റീവ് കളി തന്നെ നടത്തി എന്ന് തന്നെ പറയാം. മരിച്ചവർക്ക് ഇനി പോളിംഗ് ബൂത്തിൽ പ്രവേശനം ഇല്ലെന്ന് അർത്ഥം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 27 മുതലാണ് രാജ്യവ്യാപകമായി ഈ നടപടികൾ കമ്മീഷൻ ആരംഭിച്ചത്. വോട്ടർ പട്ടികയിലെ പിഴവുകൾ തീർക്കുക എന്നതായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാന പരാതിയാണ് കള്ളവോട്ട് അല്ലെങ്കിൽ ഇരട്ട വോട്ട്. ഇത് ഒഴിവാക്കാൻ ആധുനിക AI സാങ്കേതിക വിദ്യയുടെ സഹായമാണ് ഇലക്ഷൻ കമ്മീഷൻ പരിശോധനയ്ക്കിടയിൽ സ്വീകരിച്ചത്. ആവർത്തനങ്ങൾ ഒഴിവാക്കാനും അയോഗ്യരായ വോട്ടർമാരെ നീക്കം ചെയ്യാനും ഉദ്യോഗസ്ഥർ വീട് വീടാന്തരം കയറി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കോടികളുടെ കുറവ്. എന്നാൽ ഈ നടപടി അത്ര സുഗമമായിരുന്നില്ല. കാരണം ബീഹാർ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ, അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ ഈ നടപടിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ വരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടർമാരെ ബോധപൂർവം ഒഴിവാക്കുന്നു എന്നായിരുന്നു ആ സംസ്ഥാന സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആരോപണം. രസകരമായ മറ്റൊരു കാര്യം രാജസ്ഥാനിലെ കണക്കാണ്. അവിടെ വോട്ടർമാരുടെ എണ്ണത്തിൽ 10 ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ലിംഗാനുപാതത്തിലും അവിടെ വലിയ പുരോഗതിയുണ്ട്. ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിലായി 60 കോടി വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിശോധന പുരോഗമിച്ചു വരികയാണ്. ബാക്കിയുള്ള 40 കോടി വോട്ടർമാരെ വരും ഘട്ടങ്ങളിൽ പരിശോധിക്കും. അതായത് എന്ത് വന്നാലും വോട്ടർ പട്ടിക പൂർണ്ണമായും ക്ലീൻ ആക്കാനുള്ള കടുത്ത തീരുമാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ. ഈ കണക്കുകൾ കേട്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. നിങ്ങളുടെ പേര് പട്ടികയിൽ നിന്ന് അബദ്ധത്തിൽ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സമയമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തിമ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിശോധനയ്ക്കായി നൽകും. നിങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സ്വന്തം പേര് പരിശോധിക്കാവുന്നതാണ്. ജനാധിപത്യത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ അവകാശം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.